ഉത്തർപ്രദേശിൽ വീണ്ടും പോലീസ് എൻകൌണ്ടർ. വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ആസാദാണ് പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. നോബൽമാർക്ക് UP മീററ്റിൽ ബലാത്സംഗ കേസ് പ്രതിയെ വെടിവെച്ചു കൊന്നു. പോക്സോ കേസ് പ്രതി ഷെഹസാദാണ് കൊല്ലപ്പെട്ടത്. പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് മരണം. അറസ്റ്റ്, അന്വേഷണം, തെളിവ് ശേഖരണം, കുറ്റപത്രം, വിചാരണ, ശിക്ഷ നടപ്പാക്കൽ. ഇത്രയും നീണ്ട നടപടിക്രമങ്ങളിലൊന്നും UP പോലീസിന് വിശ്വാസമില്ല. ആളെ കൊന്നാൽ തിരിച്ചു കൊല്ലുക. അതാണ് കഴിഞ്ഞ 10 വർഷമായി നയം. ഇതൊക്കെയാണ് കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ. ഇതൊക്കെ കേട്ടിട്ട് നമുക്കൊരു രോമാഞ്ചം വരുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ നമ്മൾ ഒരിക്കലും ഇത് കേൾക്കാൻ പോകുന്നില്ല. ഇതങ്ങ് UPയിലാണ്. അതായത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UPയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവനെയൊക്കെ വെടിവെച്ച് ചെതറിച്ചവിടെ. അതിനുള്ള ആംബിയർ വേണം. ആംബിയർ മാത്രമല്ല, അത് കാണിക്കാനുള്ള ഒരു മനസ്സൂടെ ഉണ്ടാവണം. ആ നിരപരാധിയായ ആ കുഞ്ഞിനെ ഇവന്മാർ കൊല്ലുമ്പോൾ ഇവന്മാരോട് ഒരു ദയം കാണിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ മറിച്ച് ഇപ്പം ഞാനോ അല്ലോ മറ്റൊരാളോ ഒരു കുഞ്ഞിനെ കൊന്നാലും ഒരു പ്രായമുള്ള ആളിനെ കൊന്നാലും ആരെ കൊന്നാലും കൊന്നിട്ട് നേരെ സ്റ്റേഷനിൽ വിളിച്ച് പറയുക. സ്റ്റേഷനിൽ നിന്ന് ആളുകൾ വരും. ഒരു മനുഷ്യൻ പോലും ഒരു പോറലേൽപ്പിക്കാതെ അവരങ്ങ് കൊണ്ടുപോയി തിരിച്ച് തെളിവെടുപ്പിനായാലും ഒരു പോറലേൽക്കാതെ തന്നെ അവർ തിരിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് നേരെ ജയിലിൽ വിടും. അവിടെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് ഒരു 4-5-6 മാസം കഴിഞ്ഞിട്ട് ജാമ്യത്തിൽ ഇറങ്ങി നാട്ടിൽ വന്ന് സുഖമായിട്ട് ജീവിക്കാം. ഒരു പ്രശ്നമില്ല. കേരളത്തിൽ ഏറ്റവും ബെറ്ററാണ് ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ ഒരു പീഡനമായാലും എന്ത് സംഭവമായാലും. ഇപ്പോൾ 2-3 ദിവസമേ ആയിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ ഒരു പൊടിക്കുഞ്ഞിനെ കൊന്നിട്ട് ഒരുത്തനെ കൊണ്ടുവന്ന് നമ്മൾ കണ്ടതാണ്. ഒരു പോറൽ പോലും വെക്കാതെ നാട്ടുകാരൊരാൾ ഒരടിയെങ്കിലും കൊടുക്കട്ടെ സാറേന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട് അവന്റെ മേത്ത് ഒരു തുള്ളി മണ്ണ് പോലും നുള്ളിയിടാൻ ആ പോലീസുകാർ സമ്മതിച്ചില്ല. അത്രയ്ക്ക് സുരക്ഷിതമായിട്ടാണ് കൊണ്ടുപോയത്. അതാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിലേ അത് നടക്കത്തുള്ളൂ. ഇവിടെ ഏത് കൊലക്കുറ്റം നടന്നാലും എന്ത് കുറ്റങ്ങൾ നടന്നാലും അതിൽ ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമം തന്നെയാണ്. നമ്മുടെ നിയമമാണ് ഒന്നാം പ്രതി. കാരണം നമ്മുടെ നിയമത്തിന് ഇവരെ ആരും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിയമം തന്നെയാണ് ഒന്നാം പ്രതി. അതുകൊണ്ട് തുടർന്നും ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും.